ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലെ 54-ാം ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. നമ്മൾ 14-ാം ശ്ലോകം ഏകദേശം 3/4 ഭാഗം കഴിഞ്ഞു. ഇനി 3 നാമങ്ങൾ ബാക്കിയുണ്ട് അതിൽ. അത് കഴിഞ്ഞ് 15-ാമത്തെ ശ്ലോകത്തിലേക്കും ഇന്ന് പ്രവേശിക്കാൻ നോക്കാം. എന്തായാലും 14-ഉം 15-ഉം ശ്ലോകങ്ങൾ ചൊല്ലാം. ഓം സർവഗഃ സർവവിദ്ഭാനുഃ വിശ്വക്സേനോ ജനാർദ്ദനഃ വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത് കവിഃ ലോകാധ്യക്ഷഃ സുരാധ്യക്ഷോ ധർമാധ്യക്ഷകൃതാകൃതഃ ചതുരാത്മാ ചതുർവ്യൂഹഃ ചതുർദംഷ്ട്രശ്ചതുർഭുജഃ സർവഗഃ സർവവിദ്ഭാനുഃ വിശ്വക്സേനോ ജനാർദ്ദനഃ വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത് കവിഃ ലോകാധ്യക്ഷഃ സുരാധ്യക്ഷോ ധർമാധ്യക്ഷകൃതാകൃതഃ ചതുരാത്മാ ചതുർവ്യൂഹഃ ചതുർദംഷ്ട്രശ്ചതുർഭുജഃ. 14-ഉം 15-ഉം ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. നമ്മൾ 14-ാം ശ്ലോകത്തിലെ സർവഗഃ സർവവിദ്ഭാനുഃ വിശ്വക്സേനഃ ജനാർദ്ദനഃ വേദോ വേദവിത് അവ്യംഗഃ, ഇത്രയും നാമങ്ങൾ കണ്ടു. ഇനി വേദാംഗോ വേദവിത് കവിഃ, 3 നാമങ്ങളാണ്. വേദാംഗോ വേദവിത്ത് കവിഃ. അത് കഴിഞ്ഞിട്ട് 15-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ നാമം വേദാംഗഃ എന്നാണ്. 130-ാമത്തെ നാമമാണ് വേദാംഗഃ. വേദാംഗഃ എന്നുള്ളത് ഇവിടെ വിഷ്ണു ഭഗവാന്റെ പേരായിട്ടാണ്, പര്യായമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേദാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രശസ്തമായിട്ടുള്ള വേദാംഗങ്ങൾ വേറെയുണ്ട്. അത് വേദങ്ങളുടെ അംഗങ്ങളായിട്ട്, വേദങ്ങളുടെ അംഗം വേദാംഗം. അത് ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ്, ഇങ്ങനെ 6 അംഗങ്ങളോടുകൂടി വേദം പഠിക്കുമ്പോഴാണ് വേദപഠനം പൂർണ്ണമാവുക. അതിനെ വേദാംഗം എന്ന് പറയും. ഇവിടെ ആ അർത്ഥത്തിലല്ല. ഇവിടെ വേദം ആരുടെ അംഗമായിരിക്കുന്നുവോ അവൻ വേദാംഗൻ. വേദാഹ അംഗഭൂതാഹ യസ്യ സഹ വേദാംഗഃ. വേദങ്ങൾ അംഗമായി ഭവിച്ചിരിക്കുന്നത് ആരുടെ? അവൻ വേദാംഗൻ. അതാണ് ഇവിടെ വിഗ്രഹം. വേദങ്ങൾ അംഗമായി ഭവിച്ചിരിക്കുന്നത് ആരുടെ? വേദാഹ അംഗഭൂതാഹ യസ്യ സഹ വേദാംഗഃ. അപ്പോൾ നമ്മുടെ ഭഗവാനെ അറിയണമെങ്കിൽ വേദങ്ങളിലൂടെ വേണം അറിയാൻ. ഭഗവാനെ അറിയാൻ നമ്മുടെ കണ്ണുകളോ കാതുകളോ അതുപോലെയുള്ള കരണങ്ങളൊന്നും പോരാ. നമ്മുടെ മനസ്സോ ബുദ്ധിയോ പോരാ. അപ്പോൾ പ്രത്യക്ഷം, അനുമാനം മുതലായ പ്രമാണങ്ങളിലൂടെ ഈശ്വരനെ അറിയാനാവില്ല. അതിനുള്ള പ്രമാണമാണ് ശബ്ദപ്രമാണം എന്ന് പറയുന്ന വേദം. ആ വേദങ്ങളിലൂടെ ഭഗവാനെ അറിയാം. എങ്ങനെയാണോ അംഗത്തിലൂടെ അങ്കിയെ അറിയാം. അംഗം എന്നുള്ളത് ഒരു അവയവം. അങ്കി എന്ന് പറഞ്ഞാൽ അവയവത്തിൻ്റെ ഉടമസ്ഥൻ. അംഗം അസ്യാസ്തീതി അങ്കി. അവന് അവയവങ്ങളുള്ളത് കൊണ്ട് അവനെ
അവയവി എന്ന് പറയും പോലെ അങ്കി എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ആനയെ വരയ്ക്കാൻ ഒരു ആനയുടെ തുമ്പിക്കൈയും കൊമ്പും വരച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം കാണുന്നവർക്കൊക്കെ പിടികിട്ടും. മുഴുവൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു അവയവേ വരച്ചുള്ള ഒരു തുമ്പിക്കൈ, ഒരു കൊമ്പ്, അല്ലെങ്കിൽ ഒരു ആനയുടെ ചെവി, ഇത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി, ഓ ഇതാ ആനയെ വരയ്ക്കാൻ പോകണമെന്ന് അല്ലേ. അതുപോലെ വേറെ ഏതൊരു ജന്തുവിനെ വരയ്ക്കുമ്പോഴും അതിൻ്റെ ഏതെങ്കിലും ഒരു അവയവം വരച്ച് കഴിയുമ്പോഴേക്കും തന്നെ അത് ഇന്നതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു അവയവത്തിൽ നിന്ന് അതിൻ്റെ പൂർണ്ണരൂപം ഗ്രഹിക്കാൻ സാധിക്കും. ഇന്ന മാതിരി ഇരിക്കും അത് വരച്ച് കഴിയുമ്പോൾ എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അതുപോലെ ഇവിടെ വേദങ്ങളിലൂടെ ഈശ്വരൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് ധരിക്കാൻ കഴിയും. മുഴുവനായിട്ട് ഇന്നതാണെന്ന് നിർവചിച്ച് പറയാൻ വേദങ്ങൾക്ക് പോലും സാധ്യമല്ലെങ്കിലും ഒരു ഏകദേശ ധാരണ നമുക്ക് നൽകാൻ പല ലക്ഷണ വാക്കുകളിലൂടെ എന്താണ് ഈശ്വര തത്വം എന്ന് പരമാവധി അടുത്തുകൊണ്ടെത്തിക്കുന്ന പ്രതിപാദനമാണ് വേദങ്ങളുടേത്. അപ്പോൾ നമ്മളെ അറിയാൻ പറ്റാത്തൊരു വസ്തുവിനെ അറിയിക്കാൻ ഉള്ളതായിട്ടുള്ള ഏക ഉപാധിയാണ്, ഏക പ്രമാണമാണ് വേദങ്ങൾ. അത് ഭഗവാന്റെ അംഗങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു. അംഗത്തിൽ പിടിച്ച് അങ്കിയെ പ്രാപിക്കാം. ഇനി മറ്റൊരർത്ഥത്തിൽ വേദാംഗ എന്നുള്ള ശബ്ദം ഭഗവാൻ വിഷ്ണു വരാഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോൾ യജ്ഞവരാഹമൂർത്തിയായിട്ട് ഋഷിമുനിമാർ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ആ യജ്ഞവരാഹമൂർത്തിയുടെ 4 പാദങ്ങളെ 4 വേദങ്ങളായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. ഋചോ യജൂംഷി സാമാനി തഥൈവാധർവണാനി ച ശബ്ദമൂർത്തിധരസ്യൈതത് വപുർവിഷ്ണോർമഹാത്മനഃ എന്ന് വിഷ്ണു പുരാണത്തിൽ ഈ യജ്ഞവരാഹമൂർത്തിയെക്കുറിച്ച് സ്തുതിക്കുന്ന വരികളുണ്ട്. അപ്പോൾ ഈ ശബ്ദമൂർത്തിധരനാണ് ഭഗവാൻ. ശബ്ദമൂർത്തി എന്ന് പറഞ്ഞാൽ വേദമൂർത്തി എന്നർത്ഥമാണ്. ആ വിഷ്ണു മഹാത്മാവിൻ്റെ വേദമൂർത്തിയാണ് ഈ കാണുന്ന വരാഹം എന്ന് സ്തുതിക്കുകയാണ്. ഋചോ യജൂംഷി സാമാനി തഥായേവ അധർവണാനിച്ച. ഋചഹ എന്ന് പറഞ്ഞാൽ ഋക് മന്ത്രങ്ങൾ, യജൂംഷി യജുർവേദം, സാമാനി സാമമന്ത്രങ്ങൾ, തഥായേവ അപ്രകാരം തന്നെ അധർവണാനിച്ച അഥർവവേദങ്ങളും ഇവൻ്റെ ശരീര അവയവങ്ങളായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ വരാഹത്തിൻ്റെ 4 പാദങ്ങൾ 4 വേദങ്ങളായി സങ്കല്പിച്ചാണ് അവിടെ സ്തുതി. അപ്പം അങ്ങനെ നോക്കുമ്പോഴും വേദങ്ങൾ അംഗങ്ങളായിരിക്കുന്നവൻ, വേദങ്ങൾ 4 കാലുകളുടെ സ്ഥാനത്ത് അംഗങ്ങളായിരിക്കുന്നവൻ വേദാംഗൻ എന്നർത്ഥം. അടുത്ത നാമം വേദവിത്ത്. വേദവിത്ത് വേദാൻ വിന്ദേ വിചാരയതീതി വേദവിത്ത്. വേദങ്ങളെക്കുറിച്ച് അറിയുന്നവൻ അല്ലെങ്കിൽ വിചാരം ചെയ്യുന്നവൻ വേദവിത്ത് എന്ന് പറയുകയാണ്. ഭഗവാൻ സ്വയം വേദമാണ്, വേദകൃത്താണ്, വേദവിത്തുമാണ് എന്ന് പറയും. മുമ്പും വേദവിത്ത് എന്നുള്ളതായിട്ടുള്ള നാമം പറഞ്ഞു. ഭഗവാൻ വേദങ്ങളെ അറിയുന്നു, വേദങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുന്നു. വേദവ്യാസൻ ഈ വേദങ്ങളെ വിചാരം ചെയ്ത ഒരു മഹാത്മാവാണ്. വേദങ്ങളെ വിചാരം ചെയ്ത് അതിനെ ഗ്രന്ഥരൂപത്തിൽ 4 പകുത്ത് ഋക്ക് യജുസ് സാമം അഥർവം എന്നിങ്ങനെ 4 വേദങ്ങളായി ആദ്യമായി എഴുതി വയ്ക്കുന്നത്, ഗ്രന്ഥരൂപത്തിലാക്കുന്നത് വേദവ്യാസനാണ്. അപ്പം അദ്ദേഹം വേദങ്ങളെ പരിശോധിക്കുന്നു, വേദങ്ങളെ അറിയുന്നു. അങ്ങനെ വേദവ്യാസ രൂപത്തിൽ വേദങ്ങളെ പരിശോധിക്കുകയും വേദങ്ങളെ അറിയുകയും ചെയ്യുന്നവൻ വേദവിത്ത് എന്നും അർത്ഥം പറയാം. വേദാൻ വിന്ദേ അഥവാ വിചാരയതീതി വേദവിത്ത്. അടുത്ത നാമം കവിഹി. കവിഹി എന്ന് പറഞ്ഞാൽ
കവിഹി ക്രാന്തദർശി സർവദൃക്ക്. ആചാര്യ ഭഗവത്പാദർ പറയുക. കവി എന്ന് പറഞ്ഞാൽ ആരാണ്? കവി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനല്ല കവി. കവിക്ക് ഒരു സാധാരണക്കാരേക്കാൾ കവിഞ്ഞ ഒരു സാമർഥ്യമുണ്ട്. എന്താണത്? ക്രാന്തദർശി. ക്രാന്തദർശി എന്ന് പറഞ്ഞാൽ ആക്രാന്തദർശി എന്ന് പറഞ്ഞാലോ അപ്പുറത്തേക്ക് കടന്ന് കാണുന്നവൻ എന്നർത്ഥം. ആക്രമിച്ച് കാണുന്നവൻ. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിക്രമിക്കുക, ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പുറത്തേക്ക് കടക്കുക. അപ്പോൾ നമ്മളൊക്കെ പ്രത്യക്ഷമായിട്ടുള്ളതിനെ കണ്ട് അതുമാത്രം വിശ്വസിക്കുന്ന ആളുകളായിരിക്കുമ്പോൾ പ്രത്യക്ഷത്തെ പോലും നല്ലോണം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മൂഢജനങ്ങളാണ് സാമാന്യ ജനങ്ങളെല്ലാം. എന്തും പല പ്രാവശ്യം കണ്ടാലും വകതിരിവില്ലാത്ത ആൾക്കാരാണ് ലോകത്തിലെ ഭൂരിപക്ഷവും. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം സൂചന കിട്ടുമ്പോഴേക്കും അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു കാണാൻ കഴിവുള്ള ഒരാളെയാണ് കവി എന്ന് പറയുക. എന്താ കാരണം? അയാൾ ക്രാന്തദർശിയാണ്. അയാൾ കടന്നു കാണുന്നു. ഭാവിയിൽ എന്തായിരിക്കും, ഇങ്ങനെ ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യണ കണ്ടാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ, അതിൻ്റെ വരും വരായികകൾ എത്ര കാലത്തേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കാണാൻ കഴിവുള്ള ദീർഘദർശിയും ക്രാന്തദർശിയുമാണ് ഒരു കവി. അപ്പോൾ പ്രത്യക്ഷത്തെ കാണുമ്പോൾ അതിൽ നിന്ന് അനുമാന സാമർഥ്യം കൊണ്ട് അതിൻ്റെ ഭാവിയെ പ്രവചിക്കാൻ കഴിവുള്ള ഒരു ത്രികാലജ്ഞാനിയാണ് കവി എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഋഷിമാരൊക്കെ, വേദത്തിലുള്ള ഋഷിമാരൊക്കെ കവികളാണ്. ഋഷി അല്ലാത്തവർ കവിയാവില്ല എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഋഷി എന്ന് പറഞ്ഞാലും ചിന്തകനാണ്, സത്യാന്വേഷകനാണ്. പരമമായ സത്യത്തെ അന്വേഷണം ചെയ്യുന്നവനാണ് ഋഷി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കടന്ന് കാണുന്നവരാണ് ഋഷിയും കവിയുമൊക്കെ. അപ്പോൾ അവർ സാധാരണ മൂഢജനങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നവരല്ല. അങ്ങനെയുള്ള കവി ക്രാന്തദർശി സർവദൃക്ക്. ഭഗവാൻ സർവദൃക്കാണ്. എല്ലാം കാണുന്നു, എല്ലാം അതിൻ്റെ ഡീറ്റെയിലായിട്ടും ആഴത്തിലും കാണുന്നു എന്നർത്ഥം. അവനല്ലാതെ വേറൊരു ദ്രഷ്ടാവില്ല എന്ന് ഉപനിഷത്തുകളൊക്കെ പറയും. നാന്യ അത അസ്തി ദ്രഷ്ട. ദർ ഇസ് നോ സിയർ അതർ ദാൻ ഹിം. അവനല്ലാതെ വേറൊരു ദ്രഷ്ടാവ്, സാക്ഷി ഇല്ല എന്നും. അതുപോലെ ഈശാവാസ്യ ഉപനിഷത്തിൽ കവിർ മനീഷി സ്വയം പരിഭൂ സ്വയംഭൂ എന്നൊക്കെ ബ്രഹ്മത്തെ വിശേഷിപ്പിക്കും. കവിഹി മനീഷി എന്നൊക്കെ. അപ്പം അവിടെയും കവി ശബ്ദം ഈശാവാസ്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഭഗവാൻ ഗീതയിൽ പറയും 8-ാം അധ്യായത്തിൽ കവിം പുരാണം അനുശാസിതാരം എന്നൊക്കെ. അപ്പോൾ കവിയാണ് ഈ ബ്രഹ്മം, കവിയാണ് ഈശ്വരൻ, കവിയാണ് ബ്രഹ്മദേവൻ, കവിയാണ് മഹാദേവൻ, കവിയാണ് വിഷ്ണു, കവിയാണ് വ്യാസൻ, കവിയാണ് ഋഷീശ്വരന്മാർ, ദീർഘദർശികളൊക്കെ കവികളാണ് എന്നർത്ഥം. കവി. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 15-ാം ശ്ലോകം. ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃത. ആദ്യത്തെ 4 നാമങ്ങൾ. ലോകാധ്യക്ഷ സുരാധ്യക്ഷ ധർമാധ്യക്ഷ കൃതാകൃത. ലോകാധ്യക്ഷ എന്ന് പറഞ്ഞാൽ ലോകാൻ അധ്യക്ഷയതി ഇതി ലോകാധ്യക്ഷ. സർവേഷാം ലോകാനാം പ്രാധാന്യേന ഉപദ്രഷ്ട. 2 തരത്തിൽ പറയണം. അപ്പോൾ ലോകാൻ അധ്യക്ഷയതി ഇതി ലോകാധ്യക്ഷ. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാറ്റിനും മുകളിൽ കണ്ണുള്ളവൻ എന്നാണ്. അക്ഷം കണ്ണാണ്, അധി മുകളിലാണ്. അധി മുകളിൽ, അക്ഷം കണ്ണ്. അപ്പോൾ മുകളിൽ കണ്ണുള്ളവൻ എന്ന് പറഞ്ഞാലോ സൂപ്പർവൈസർ എന്ന് ഇംഗ്ലീഷിൽ പറയും. എല്ലാറ്റിൻ്റെയും മുകളിലിരുന്ന് നോക്കുന്നവൻ. അപ്പോൾ ഭഗവാൻ ഈ ലോകങ്ങളെ മുഴുവൻ മുകളിലിരുന്ന് നോക്കുന്ന ആളാണ്. ഉദാസീനനായി എല്ലാറ്റിൻ്റെയും അധ്യക്ഷനായി, പ്രസിഡൻ്റായിരുന്നു കൊണ്ട് നോക്കുന്നു. അപ്പോൾ ലോകങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ സാക്ഷിയായി എല്ലാറ്റിനും മുകളിൽ എല്ലാറ്റിനെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു.
അവനാണ് അധ്യക്ഷൻ. അധ്യക്ഷൻ്റെ സാന്നിധ്യത്തിലാണ് ബാക്കിയുള്ളവരൊക്കെ പ്രവർത്തിക്കുക. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, അദ്ദേഹം ഓടി നടന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓടി നടക്കുന്നതൊക്കെ പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും മറ്റുദ്യോഗസ്ഥന്മാരും ഒക്കെയാണ്. പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യക്ക് മിണ്ടാതെ രാജകീയമായിട്ട് അങ്ങനെ ഇരുന്നാൽ മതി. പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. ആ ഉത്തരവാദിത്വമുണ്ട്. ഭരണഘടനാ പ്രകാരമാണോ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് എന്ന് സൂപ്പർവൈസ് ചെയ്യലാണ് ഈ അധ്യക്ഷനായിട്ടുള്ള പ്രസിഡൻറ്റിൻ്റെ പണി. അതുപോലെ ഭഗവാൻ ഈ ലോകത്തെ മുഴുവൻ 14 ലോകങ്ങളെയും മുകളിലിരുന്നു കൊണ്ട് വീക്ഷിക്കുന്നു. എല്ലാവരും നിയമങ്ങൾക്കനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്? എല്ലാവരും അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടോ? ആരാണ് അധർമ്മം പ്രവർത്തിക്കുന്നത് അവർക്ക് ശിക്ഷ കൊടുക്കാനും ധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുക്കാനും ഭഗവാൻ എല്ലാം കണക്കെടുത്തുകൊണ്ട് മുകളിലിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകാധ്യക്ഷ. ഇനി ലോകം എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലം. ലോക്യതേ ഇത് ലോക, കാണപ്പെടുന്നതൊക്കെ ലോകമാണ്. ഇപ്പം നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ ലോകമാണ്. ഇതിനെയൊക്കെ ഭരിക്കുന്നവൻ അധ്യക്ഷൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ക്ഷേത്രജ്ഞനായി നമ്മുടെ കാര്യകരണ സംഘാതമായ ഈ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും